ഉണ്ണി ബാലകൃഷ്ണൻ പഞ്ചാബിൽ എത്ര? പഞ്ചാബിൽ വളരെ പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കും. ഒന്ന്, ഫാർമേഴ്സ് സ്ട്രൈക്കാണ്, കർഷകരുടെ സമരമാണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുള്ള ഒട്ടേറെ കർഷകർ ഇപ്പോഴും സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫാർമേഴ്സ് സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായ ഘടകമാണ് പഞ്ചാബിൽ. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് നമുക്കറിയുന്നത് പോലെ കെജ്രിവാളിൻ്റെ അറസ്റ്റാണ്. കെജ്രിവാളിൻ്റെ അറസ്റ്റും വളരെ നിർണായകമായ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് അവിടെ NDA എന്നൊരു മുന്നണി തൽക്കാലം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ശിരോമണി അകാലിദളും BJPയുമായി സഖ്യമില്ല. എന്തുകൊണ്ടാണ് ശിരോമണി അകാലിദൾ BJPയുമായി സഖ്യത്തിൽ ചേരാത്തത്? അത് ഫാർമേഴ്സ് സ്ട്രൈക്ക് നടക്കുന്നതുകൊണ്ട് ഫാർമേഴ്സിന്റെ വികാരം, കർഷകരുടെ വികാരം BJPക്ക് എതിരാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ശിരോമണി അകാലിദൾ ആ പാർട്ടിയുമായി സഖ്യത്തിന് തയ്യാറായിട്ടില്ല. അങ്ങനെ വരുമ്പോൾ BJPക്ക് വലിയൊരു വിജയം അവിടെ പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. അതായത് 2019 27% വോട്ടാണ് ശിരോമണി അകാലിദളിന് ഉണ്ടായിരുന്നത്, 10% വോട്ടാണ് BJPക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ 37% വോട്ടിൻ്റെ പിൻബലത്തിലാണ് അവർ 4 സീറ്റുകൾ യോജിച്ചു നിന്ന് നേടിയത്. ഇപ്പോൾ നോക്കൂ, 27% വോട്ടുമായിട്ട് ശിരോമണി അകാലിദൾ മാറി നിൽക്കുന്നു, കേവലം 10% വോട്ടുമായിട്ട് BJP നിൽക്കുന്നു. അവിടെയാണ് ആം ആദ്മി പാർട്ടി വലിയൊരു തിരിച്ചുവരവ് 2021 കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുണ്ട്. ഏകപക്ഷീയമായി 2019 വലിയ മുന്നേറ്റം നടത്തിയ പാർട്ടിയാണ് അവിടെ കോൺഗ്രസ്. 8 സീറ്റാണ് കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞത്. 40% വോട്ട് കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ സമാഹരിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ 13 സീറ്റും തൂത്തുവാരും പഞ്ചാബിൽ എന്ന നിലപാടിനൊപ്പമാണ് ഞാൻ. കാരണം ശിരോമണി അകാലിദളും BJPയും കൂടി ചേരുമ്പോൾ 37% വോട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. മറുവശത്ത് 40% വോട്ടും ഓൾറെഡി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആം ആദ്മി പാർട്ടി വലിയ തിരിച്ചുവരവും അവിടെ നടത്തിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിക്കും അതുപോലെ തന്നെ കോൺഗ്രസിനുമാണ് അവിടെ ഏറ്റവും പ്രാധാന്യമുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ട്രൈക്ക് റേറ്റ് ആയിരിക്കും മുമ്പിൽ. അതുകൊണ്ട് BJPയോ ശിരോമണി അകാലിദളോ അവിടെ ഒരു സീറ്റ് പോലും നേടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്ത്യ മുന്നണിയുടെ പ്രഖ്യാപനം ശരിയാകാനാണ് സാധ്യത. ഞാനത് ശരിവെക്കുന്നു. 13-ൽ 13 സീറ്റും ഇന്ത്യ മുന്നണിക്കായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബ് നൽകുക.